ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നന്ദിയോട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന മീൻമുട്ടി എന്ന് പറയുന്ന മീൻമുട്ടി ഡാമും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിദ്രയിലെ മീൻമുട്ടി അല്ല കേട്ടോ, ഇത് നമ്മുടെ പാലോട് നന്ദിയോടുള്ള മീൻമുട്ടി. തിരുവനന്തപുരം ജില്ലയിലെ തെങ്കാശി പാതയിൽ നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് മീൻമുട്ടി എന്ന് പറയുന്ന ഈ ഒരു ഹൈഡൽ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ 33 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 33 കിലോമീറ്റർ ആണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈ മീൻമുട്ടിയിലെത്താൻ ദൂരം. ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ പ്രവർത്തന കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം വച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈഡൽ ടൂറിസം പദ്ധതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു പതിറ്റാണ്ടായി അടച്ചിട്ടിരുന്ന ഈ ഹൈഡൽ ടൂറിസം പദ്ധതി 2019 മാർച്ച് 5 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ലക്ഷങ്ങൾ ചെലവിട്ട ആധുനിക രീതിയിൽ നവീകരിച്ച ടൂറിസം പാക്കേജ് നമ്മുടെ സഞ്ചാരികൾക്ക് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു കേട്ടോ. എന്നാൽ ഈ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും നിലവിലില്ല. നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതായത് ഇതുപോലെയുള്ള വനം മാത്രമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് MM മണിസാറാണ് കേട്ടോ ഈ പദ്ധതി നാടിന് അന്ന് സമർപ്പിച്ചത്. എന്നാണ് 2019 മാർച്ച് 5 സമർപ്പിച്ചത്. ഇപ്പോഴും മീൻമുട്ടി ഡാമും ഡാം റിസർവെയറും വൈദ്യുത വകുപ്പിൻ്റെ കീഴിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മീൻമുട്ടി നമ്മുടെ ഹൈഡൽ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് AK ബാലനാണ് കേട്ടോ. അന്നത്തെ നമ്മുടെ സഖാവ് AK ബാലൻ, മന്ത്രി AK ബാലനായിരുന്നു. അത് 2006 അത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി അവർ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുമരകം ബോട്ടപകടം. ഈ ബോട്ടപകടത്തെ തുടർന്ന് അന്ന് ഇവിടത്തെയും ബോട്ട് സർവീസ് നിർത്തിവെച്ചിരുന്നു കേട്ടോ. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അന്ന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന 3 പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടുകളും 8 പേർക്ക് സഞ്ചരിക്കാവുന്ന ലോ സ്പീഡ് ബോട്ടുകളും ഡാമിൽ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാമനാപുരം നദിയുടെ തീരങ്ങൾ കണ്ട് സന്ദർശകർക്ക് യാത്ര ചെയ്യാനാണ് ഇവിടെ ബോട്ടിംഗ് സംവിധാനം ഒരുക്കിയിരുന്നത്. കുട്ടികൾക്കായി ഒരു പാർക്കും ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. വാമനാപുരം നദിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മീൻമുട്ടി വൈദ്യുത പദ്ധതിയോട് ചേർന്നാണ് ഈ ടൂറിസം കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് പറയേണ്ടി വരും, ഇത് എന്തുകൊണ്ടോ ഈ പ്രവർത്തനം അങ്ങനെ നിന്ന് പോകുമ്പോഴത്തേക്ക് അത് വളരെ വിഷമകരമാണ് അല്ലേ ബാബുശ്ശിക്കുട്ടി? ഇതിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഒരു ദേവീ ക്ഷേത്രം ഇതിനോട് ചേർന്നുണ്ട്. പക്ഷേ വളരെ ഭംഗി ആയിട്ടെന്ന് ഈ ഡാമിൽ കൂടെ ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രവും നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഡാം കാണാൻ കഴിയും. ഡാമിൻ്റെ നമ്മുടെ നദിയോട് ചേർന്ന് ഒരു ഡാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിലേക്കൂടെ പോകുന്നതിൻ്റെ നമുക്ക് നല്ല വിഷ്വലായിട്ട് കിട്ടും ആ ഡാമിൻ്റെ വെള്ളം വരുന്നത്. ഈ റിസർവെയറിനകത്തൂടെ കയറി വരുന്നത്, റിസർവെയറിൻ്റെ കെട്ടിടത്തിൻ്റെ ആ ബാക്ക് ഭാഗത്താണ് നമ്മളീ നിൽക്കുന്നത്. നമ്മളിവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളം വരുന്നതും നമ്മളിത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോഴത്തേക്ക്. നമ്മുടെ ഇപ്പം ഈ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു വെള്ളം കുറവായിരുന്നെന്ന് തോന്നുന്നു. കുറവല്ല, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. മഴ പെയ്ത സമയം 2 ദിവസം കൊണ്ട് മഴ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെതായ നല്ല ഒഴുക്കുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇത്ര അല്ല. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഇത്തുകൂടെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. ഒരു നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതി ഇതിൻ്റെ മേൽഭാഗത്തുണ്ട്. പക്ഷെ നമുക്കത് പോകാൻ പറ്റത്തില്ല, നമുക്ക് വിഷ്വൽ എടുക്കാൻ കഴിയത്തില്ല. അത് ഒന്നുകിൽ അപ്പർ സൈഡിൽ പോയി എടുക്കണം. പക്ഷെ അത് ഇവിടെ നിന്ന് പോകും, നല്ല ഒഴുക്കുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നല്ല, ഭയമുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വെള്ളം വരണമെങ്കിൽ ഡാം തുറന്ന് വിടാറുണ്ട് കേട്ടോ. വെള്ളം കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ഡാം തുറക്കാറുണ്ട് കേട്ടോ. ഇത് ലോവർ മീൻമുട്ടി എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. ഇതിപ്പോ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ പോയ സമയങ്ങളില് കുറച്ച് ആൾക്കാർ, നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ചു പോയല്ലേ, അതെ, മീൻ പിടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം വരുന്ന സമയത്ത്
നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയം നമ്മൾ ഈ വഴി ചോദിച്ച് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ പൊളിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ പറഞ്ഞു എന്നാലും അതും നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരും, അതെങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ എന്ന് നമ്മൾ കാണിച്ചു തരും എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളോട് വരുന്നത്. ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്നാ നമുക്ക് തിരിച്ചു പോവാം, അവിടെ ഒന്നും ഇല്ലല്ലോ, വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇറങ്ങി എന്തായാലും നമ്മളിവിടെ പോകുമെന്ന് അല്ലേ. പക്ഷേ ഡാം കാണാൻ പറ്റി. നമ്മളാ ഡാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാമനോട് നദി അതിൻ്റെ അത് ഒഴുകുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം അത് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ഒരു തണുത്ത കാറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്, പ്രകൃതി സൗന്ദര്യമൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഞങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ സ്റ്റഡി ടൂർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ജനറേറ്ററുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട്. ഇപ്പൊ ചോദിച്ചപ്പോഴത്തെ അങ്ങനെ ഒരു സർവീസ് ഇല്ലെന്നാണ് അവര് അവിടെ പറഞ്ഞത്. അവര് പറഞ്ഞു ഇത് മുകളിലോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർക്ക് സൗകര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലെ പാർക്ക് സൗകര്യമായിട്ട് ആ ഏരിയയിലോട്ടൊന്നും അലൗഡ് അല്ല. നിങ്ങൾ ഈ ഡാമിൻ്റെ വെള്ളം അത് കാണാം, പിന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി. എന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ മേലിൽ കയറിയായിരുന്നു. അത് കയറിയിട്ട് ചെറിയ ആളത് കാണിച്ചു തരുന്നതായിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ പിന്നെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത്തിരി കുറേ അധികം കുട്ടികളും എല്ലാവരുമായിട്ട് വന്നായിരുന്നു. എന്തോ അവർ മീൻമുട്ടി എന്ന് പറയുമ്പോൾ ഡാം, എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ മീൻമുട്ടി ഡാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തെറ്റിദ്ധരിച്ച് വന്നതാണോ എനിക്ക് ഡൗട്ടുണ്ട്. അതെ, അവരെന്തായാലും അവിടെ വന്നു. അവര് കുറച്ചു നേരം കണ്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാരും അങ്ങ് പോയി. ഇത് നമ്മുടെ ഈ കണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയി പോയത് എന്ന് നമുക്കും അറിയത്തില്ല കേട്ടോ. പഴയ മീൻമുട്ടിയുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോസ് ഒക്കെ കാണാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലോവർ മീൻമുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നല്ല രീതിയിൽ വികസിച്ച് വന്നിട്ട് അതങ്ങ് പോവുകയാണ് കേട്ടോ. എല്ലാം തകർന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2006 തുടങ്ങിയ പ്രവർത്തനം ഈ 2019 അതിനിടയ്ക്ക് വെച്ച് പിന്നെ അടച്ചിടുകയും പിന്നെ 2019 പിന്നും അത് പുനർപ്രവർത്തനം ആരംഭിക്കുകയും അതും ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. എന്നിട്ടും എനിക്ക് തോന്നുന്നു 2019 5 കൊല്ലം ആയപ്പോഴത്തേക്ക് പിന്നെ ഈ പ്രവർത്തനം ഇങ്ങനെ നിന്നുപോയി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൂട്ടുകാരെ അത് ആരെങ്കിലും വന്നേനല്ല, ഉറപ്പായിട്ടും ആളുണ്ട്. നമ്മളവിടെ നിന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളെ മൊത്തത്തിൽ എണ്ണി നോക്കുമ്പോൾ ഒരു 50 പേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. അന്ന് 2019 ഇത് ആരംഭിക്കുമ്പോഴത്തേക്ക് അന്ന് വെച്ച ആ ഒരു ബോർഡാണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ഘാടന സമയത്ത് വയ്ക്കുന്ന ബോർഡാണ് ഇത്. നമ്മുടെ പാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഹൈഡൽ ടൂറിസം പദ്ധതിയിലോട്ട് കയറുന്ന വഴിക്ക് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ഇത് കാണുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻമുട്ടി ഹൈഡൽ ടൂറിസം പദ്ധതിയിലോട്ട് കയറുന്ന മെയിൻ ഗേറ്റിൻ്റെ ഏരിയയാണിത്. ഈ കാണുന്നതാണ് കൗണ്ടർ. എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടറൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പൊതുവെ അറിഞ്ഞതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയത്തിൻ്റെ ഇതൊന്ന് മാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു അറിവുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അതും കൂടെ കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോയി. അത് നമ്മുടെ സർവേ ചെയ്തപ്പോഴത്തേക്ക് അത് കറക്റ്റ് ക്ലിയർ ആയില്ല എന്നാണ് പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടുത്തെ പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരുന്ന ഒരു പാർക്കാണ്. നിങ്ങളൊന്ന് കണ്ടുപോയി കാട് കയറി എന്ന് പറഞ്ഞാൽ ഈ പാർക്കുകൾ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പെയിൻ്റ് ഇല്ല, പക്ഷേ ഒന്നും നമ്മൾ ഇപ്പോഴും ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ ഉപകാരപ്രദമാവും. ഒന്നുകിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഇത് മുൻകൈയിട്ട് ഇറങ്ങി ഇതൊന്ന് വൃത്തിയാക്കാനും അങ്ങനെയുള്ള ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. അതിനിപ്പുറത്തെ നല്ല ഫോട്ടോ ഷൂട്ടിനുള്ള സൗകര്യമൊക്കെ. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ടോപ്പിൽ കൂടെ പോകുന്ന പാലം കേട്ടോ. ഈ പാലം അപ്പുറത്തെ ഫോറസ്റ്റ് ഏരിയയിൽ പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ്. മ്യൂസിയം പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് നിർമ്മിച്ചതാണെന്നാണ് നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബോട്ടിംഗ് സൗകര്യം ചെയ്തിരുന്ന കൗണ്ടറും കാര്യങ്ങളും. ഇത് അവിടുത്തെ ഒരു ബോട്ടിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോഴിവിടെ കണ്ടത്. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഇതാണ് നമ്മുടെ
ലോവർ മീൻമുട്ടി എന്ന് അതെ ഹൈഡൽ ലോവർ മീൻമുട്ടി ടൂറിസം പദ്ധതി എൻ്റെ മെയിൻ ഗേറ്റാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മീൻമുട്ടി ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.